സ്റ്റാർ മാജിക്കിന്റെ പ്രൊഡ്യൂസറായ അനു രേണു ചേച്ചിക്ക് ഒരു ജോബ് ഓഫർ ചെയ്തു. രേണു ചേച്ചി അത് നിരസിച്ചു. അക്കൗണ്ടൻസിയാണ് പറഞ്ഞത്, ഒരു അക്കൗണ്ടന്റ് ആയിട്ട്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഹരിക്കാനും പോലും അറിയത്തില്ലാത്ത ഒരാളാണ്. കണക്കിന്റെ ABCD അറിയാത്ത ഞാനാണ്. ചേച്ചിക്ക് അത്രയും നല്ലൊരു സഹായം ചെയ്തിട്ട് ചേച്ചി അത് നിരസിച്ചു. ചേച്ചിയുടെ മരിച്ച സമയമാണ്, ഒന്നാമത് ടെൻഷനാണ്. അപ്പൊ അതിന്റെ കൂടെ കണക്കോ തൊപ്പിയോ അറിയാത്ത ഞാൻ ഇതൊക്കെ ചെന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു പോത്തേ ഉള്ളൂ. ഞാൻ ആ കമ്പനിയും കൂടെ പൂട്ടിപ്പോവും. എന്തിനാ വെറുതെ ഇത്രേ പറഞ്ഞു. അനു കിച്ചുനെ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? പിന്നെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തിരക്കുകളുണ്ടല്ലോ. എല്ലാവർക്കും നമ്മളെന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. എല്ലാവർക്കും അവരുടെ ആവശ്യം ഉണ്ടല്ലോ. ചുവള്ള പഠിത്തത്തിന്റെ തിരക്ക്, എല്ലാവരും അവനവന്റെ തിരക്കിലാണല്ലോ. അപ്പൊ ആരോടും പരാതിയോ പരിവോ ഒന്നുമില്ല. സുചേട്ടൻ ഭയങ്കര ആക്റ്റീവായിട്ടിരുന്നിട്ടുള്ള ഒരു ഷോ ആയിരുന്നു സ്റ്റാർ മാജിക്. ആ ഒരു സ്റ്റാർ മാജിക് ഷോ ഈ അടുത്തിടെ സംപ്രേഷണം നിർത്തി. വാർത്ത അറിഞ്ഞപ്പോ എന്താ തോന്നിയത് രണ്ടുപേർക്കും? ഒന്നും തോന്നിയില്ല. സുചേട്ടൻ മരിച്ച പിന്നെ ഞാൻ ആ പ്രോഗ്രാം കണ്ടിട്ടില്ല. നമുക്കത് കാണാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ല. അമ്മയും ദാസേട്ടൻ കോഴിക്കോട്, പുള്ളിക്കാരനും കൂടെ വീഡിയോസ് ചെയ്തതിന് ശേഷം ഭയങ്കരമായ നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അഭിനയിക്കുമല്ലേ രണ്ടുപേരും? റിപ്ലൈ കേട്ടോ, അതാണ് അവിടെ റിപ്ലൈ. ഗ്രേറ്റ്.